സുരക്ഷിതാഹാര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് ശില്പശാലകൾ, പരിശീലനങ്ങൾ, വിവിധ സാങ്കേതിക സഹായങ്ങൾ എന്നിവ നൽകി വരുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് ആത്മാ വയനാട്, മാനന്തവാടി കൃഷിഭവൻ, പരിയാരംകുന്ന് വാർഡ് വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണിയാരം TTIയിൽ ശില്പശാല നടത്തി. അമ്പലവയൽ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ, സ്പൈസസ് ബോർഡ് സീനിയർ ഫീൽഡ് ഓഫീസർ ഡോക്ടർ NM ഉസ്മാൻ, ഡോക്ടർ സുധീഷ് കുമാർ, കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജയകുമാർ എന്നിവരാണ് ജില്ലയിൽ വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. പാരമ്പര്യവും പൈതൃകപരവും ആധുനികവുമായ കൃഷിരീതികൾ സംയോജിപ്പിച്ചാണ് സുരക്ഷിതാഹാരം പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് വിദഗ്ധർ പറഞ്ഞു. അപ്പോൾ ഈ വിഷാംശത്തിന്റെ ഒരു അളവ് നോക്കുമ്പോൾ നമുക്ക് കരണീയമായിട്ട് നമുക്ക് ഓരോ സാഹചര്യത്തിൽ ചെയ്യാവുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഈ പ്രവർത്തനത്തിന് സുരക്ഷിതാഹാരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റം മാനന്തവാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറെ അനുകൂലമായ ഉപോത്ബലകമായ സാഹചര്യങ്ങൾ ഈ പഞ്ചായത്തിൽ ഉണ്ടാകണമെന്നുണ്ട്. മാനന്തവാടിയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KL പോലൂസ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക രംഗത്ത് നൂതനമായ കൃഷി രീതികൾ എന്ന് പറയുന്ന ആശയം വളരെയേറെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃഷി എന്ന് പറയുന്നത് മനുഷ്യന് ഒരിക്കലും കൈവിടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ്. കാരണം കൃഷിയെ നമ്മൾ കൈവിട്ടാൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ നമ്മൾ ഒത്തിരി കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒത്തിരി നേട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ വിശക്കുമ്പോൾ ഭക്ഷണം ലഭിക്കാതെ ജീവിക്കാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സ്കൂൾ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം മാനന്തവാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗ്ലാഡിസ് ചെറിയാൻ നിർവഹിച്ചു. SSLC +2 വിജയികളെയും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ജോർജ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.